മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങളെ കണക്ട് ചെയ്യുക. ആ നിലയിലാണ് കഴിഞ്ഞ ദിവസം മാത്തിക്കുന്നാടൻ ഉൾപ്പെടെ രേഖകൾ പുറത്തുവിട്ടതും ആരോപണം ഉന്നയിച്ചതും. ഈ കേസ് പരിഗണിക്കുമ്പോൾ SFIO ഈ ഇടപാടിന്റെ വ്യാപ്തിയെക്കുറിച്ച് എന്ത് നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത്? അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നോ? ഈ വിഷയത്തിൽ എസ് എഫ് ഐ അഭിഭാഷകൻ വിശദമായി തന്നെ കോടതിയിൽ വാദിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1-2 കോടിയല്ല, അതായത് വീണ വിജയന്റെ കേസിൽ മാത്രം 1.72 കോടി രൂപയാണ് അവർക്ക് ഒരു സേവനവും നൽകാതെ നൽകിയത് എന്നായിരുന്നു SFIയുടെ വാദം. ഇത് കൂടാതെ 135 കോടി രൂപ ആകെ മറ്റ് കമ്പനികൾക്ക്, മറ്റ് രാഷ്ട്രീയക്കാർക്കെല്ലാം കൂടി നൽകിയതായും SFI അഭിഭാഷകൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ ഒരു തട്ടിപ്പ്, ക്രമക്കേട് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നായിരുന്നു SFIO അഭിഭാഷകന്റെ വാദം. ROC അന്വേഷണം, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം, അത് പ്രിലിമിനറി അന്വേഷണം തന്നെ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. അതിനാൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെങ്കിൽ കൂടുതൽ അധികാരങ്ങളുള്ള ഏജൻസി എന്ന നിലയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തന്നെ അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യം അഭിഭാഷകൻ ഉന്നയിച്ചു. ഏതായാലും ഈ ക്രമക്കേടിന്റെ വ്യാപ്തി അത് ROCയുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതാണ്. അതുകൂടാതെ മറ്റ് ഈ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനും ഈ വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു ക്രമക്കേടുകൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം നൽകിയിട്ടുള്ളതാണ്. അതിനാൽ തന്നെ SFIO അന്വേഷണം തന്നെ ഇതിൽ വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ കാര്യത്തിൽ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ എക്സാലോജിക്ക് പറയുന്നത് ചട്ടം 210 പ്രകാരം ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ മറ്റൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഈ കക്ഷികൾ എക്സാലോജിക്ക് കൃത്യമായി തന്നെ ഈ ROC അന്വേഷണവുമായി സഹകരിച്ച് പോകുന്നവരാണ്. അതിനാൽ മറ്റൊരു അന്വേഷണം നടത്തുന്നത് ചട്ടലംഘനമാണ് എന്നുള്ള ഒരു മന്ത്രാലയം, അതായത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്ന SFIO അന്വേഷണം, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എക്സാലോജിക്ക് കോടതിയിൽ വാദിച്ച പ്രധാനപ്പെട്ട വാദത്തെക്കുറിച്ചാണ് ശ്രീധരൻ നേരത്തെ പറഞ്ഞത്. കമ്പനികാര്യ മന്ത്രാലയം അതേക്കുറിച്ച് ROC അന്വേഷണം നടക്കുന്നുണ്ട്. എറണാകുളത്തും ബംഗളൂരുവിലും പരിശോധനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ സമാന്തരമായൊരു അന്വേഷണം എന്തിനാണ് എന്ന പ്രസക്തമായൊരു ചോദ്യമാണ് കോടതിയിൽ ചോദിച്ചത്. അതിനോടുള്ള പ്രതികരണം, അപ്പോൾ ഈ ഒരേ സമയം 2 ഏജൻസികൾ ഒരേ വിഷയം അന്വേഷിക്കുന്നു എന്ന ഭാഗത്തോടുള്ള കോടതിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അതായത് ഒരു മന്ത്രാലയത്തിന് കീഴിലുള്ള 2 ഏജൻസികൾ, അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസും SFIOയും ഒരേ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് എക്സാലോജിക്ക് കോടതിയിൽ ഉന്നയിച്ചത്. ഇതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ SFIOയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, SFIOയ്ക്ക് ഉള്ള ഒരു പരിമിതികൾ ഇല്ലാത്ത ഇന്റർഡിസിപ്ലിനറി ബോഡിയാണ് തുടങ്ങിയ വാദങ്ങൾ SFIO അഭിഭാഷകൻ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കോടതി എന്ത് നിലപാടെടുത്തു എന്നുള്ള കാര്യം, അതായത് കോടതി നിലപാട് വ്യക്തമാണ്. ഈ ഹർജി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കോടതി തള്ളുകയാണ്. എന്ത് കാരണത്താലാണ് ഈ ഹർജി തള്ളിയത് അറിയണമെങ്കിൽ അത് തീർച്ചയായിട്ടും ജഡ്ജിമെന്റിന്റെ വിശദമായിട്ടുള്ള പകർപ്പ് പുറത്തു വന്ന ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. ഏതായാലും ആ വാദത്തിന്റെ സമയത്ത് എന്തിനാണ് ഈ 2 അന്വേഷണം എന്നുള്ളൊരു കാര്യം ഇവർ ഉന്നയിച്ചപ്പോൾ അങ്ങനെ 2 അന്വേഷണം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഏതായാലും കോടതി ചോദിക്കുകയുണ്ടായി. ഏതായാലും അപ്പോൾ ഈ SFIO അഭിഭാഷകൻ നൽകിയ മറുപടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. SFIOക്ക് കൂടുതൽ അധികാരങ്ങളുണ്ട്, ഒരു ഇന്റർ ഡിസിപ്ലിനറി ബോഡിയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാകും. പ്രിലിമിനറി അന്വേഷണത്തിൽ, പ്രാഥമിക അന്വേഷണത്തിൽ ഇന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് എന്ന് SFIOക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർ വ്യക്തമാക്കി. ഏതായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് 1.5 മണിക്കൂറോളം വാദം ഈ വിഷയത്തിൽ മാത്രം നടന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസിൽ ഒരു അന്തിമ തീർപ്പ്, ഈ ഹർജിയിൽ അന്തിമ തീർപ്പ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇനി SFIO അന്വേഷണം കൂടുതൽ സജീവമാകും, ചടുലമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കർണാടക ഒരു നിയമ കടമ്പ ഇക്കാര്യത്തിൽ കടന്നു കഴിഞ്ഞു. ഈ ഫെബ്രുവരി 15 എന്നുള്ള ഡെഡ് ലൈൻ ഇട്ടുകൊണ്ട് രേഖകൾ കൈമാറാൻ SFIO
എക്സാലോജിക്കിനോട് ആവശ്യപ്പെട്ടിരുന്നു. അവർക്ക് ആ രേഖകൾ പൂർണ്ണമായും ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ടോ, കൈമാറാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഇനി കൂടുതൽ വേഗത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്രമക്കേടുകൾ നടന്നു എന്ന് അവർ പറയുന്നു. ഇതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPM-ഉം ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാകും ഈ കർണാടക ഹൈക്കോടതി വിധിയോടുകൂടി.